ഡിയർ സ്റ്റുഡൻസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം സംഘടിത നമസ്കാരം എന്നതിനെക്കുറിച്ചാണ്. എന്താണ് സംഘടിത നമസ്കാരം എന്ന് പറഞ്ഞാൽ, 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ സുബഹ്, ളുഹർ, അസർ, മഗ്രിബ്, ഇശാ, ഈ 5 ഫർള് നമസ്കാരങ്ങളും നമ്മൾ എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? കൂട്ടമായി, സംഘടിതമായി, ഒരുമിച്ചാണ് നിർവഹിക്കേണ്ടത്. പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയിക്കൊണ്ടാണ് ഫർള് നമസ്കാരങ്ങൾ സംഘടിതമായി ജമാഅത്തായി നിർവഹിക്കേണ്ടത്. ഒറ്റയ്ക്ക് നമ്മൾ നമസ്കരിക്കുന്നതിനേക്കാൾ, ഈ ഫർള് നമസ്കാരങ്ങളൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ 27 ഇരട്ടി അധികം പുണ്യമാണ് നമ്മൾക്ക് സംഘടിത നമസ്കാരത്തിലൂടെ അല്ലെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുക. അപ്പോൾ എല്ലാ ഫർള് നമസ്കാരങ്ങളും നമ്മൾ ഇമാമിൻ്റെ കൂടെ സംഘടിതമായിട്ടാണ്, ജമാഅത്തായിട്ടാണ് നമസ്കരിക്കേണ്ടത്. അപ്പോൾ എന്താണ് ജമാഅത്ത് നമസ്കാരം? ഈ ചിത്രം ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് കാണാം. എന്താണ്? ഇമാമിന് പിന്നിൽ ആരാണ് ഇമാം എന്ന് പറഞ്ഞാൽ? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാണ് നമ്മൾ ഇമാം എന്ന് പറയുന്നത്. നമസ്കാരം നിർവഹിക്കുന്ന, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാണ് നമ്മൾ ഇമാം എന്ന് പറയുന്നത്. ഈ ഇമാമിനെ പിന്നിൽ അണിയായി നിന്ന് സംഘടിതമായിട്ട് ഒരുമിച്ച് നിർവഹിക്കുന്നതാണ് ജമാഅത്ത് നമസ്കാരം. എന്താണ് ജമാഅത്ത് നമസ്കാരം? ഇമാമിന് പിന്നിൽ അണിയായി നിന്ന് സംഘടിതമായി നിർവഹിക്കുന്നതാണ് ജമാഅത്ത് നമസ്കാരം. ആരാണ് ഇമാം എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞല്ലോ, നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാണ് ഇമാം എന്ന് പറയുന്നത്. ഇമാമിൻ്റെ പിന്നിൽ അണിയായി നിന്ന് നമസ്കരിക്കുന്ന അവർക്കാണ് മഅ്മൂം എന്ന് നമ്മൾ പറയുന്നത്. ഇമാമിൻ്റെ പിന്നിൽ അണിയായി നിന്ന് നമസ്കരിക്കുന്നവർക്കാണ് മഅ്മൂം എന്ന് പറയുന്നത്. ഇനി ജമാഅത്തായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ, സംഘടിതമായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ 2 പേർ മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും, നമ്മൾ 2 ആൾ മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരാൾ ഇമാമായും മറ്റേയാൾ മാമൂമായി കൊണ്ടുമാണ് നമസ്കാരം നിർവഹിക്കേണ്ടത്. അല്ലാതെ 2 പേരും 2 സ്ഥലങ്ങളിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ടല്ല നമസ്കരിക്കേണ്ടത്. 2 പേർ മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും ഒരാൾ ഇമാമും മറ്റേയാൾ മാമൂമായി കൊണ്ടാണ് നമസ്കരിക്കേണ്ടത്. ജമാഅത്ത് നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുത്താൽ, നമസ്കാരം ആരംഭിക്കുന്നതിന് ഇഖാമത്ത് കൊടുത്താൽ ഇമാം എന്ത് ചെയ്യും? ഇമാം മുന്നിൽ നിൽക്കും. മാമൂമുകളെല്ലാം വരി വളയാതെ ഇടതെങ്ങി ഒതുങ്ങി നിൽക്കണം. സ്വഫായിട്ട് ഒരുമിച്ച് അടുത്തടുത്ത് കാൽമടമ്പുകളൊക്കെ ഒപ്പമാക്കിക്കൊണ്ടാണ് സ്വഫായിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ളുഹർ നമസ്കരിക്കുന്നതിനേക്കാൾ, ഒറ്റയ്ക്ക് നമ്മൾ അസർ നമസ്കരിക്കുന്നതിനേക്കാൾ ഇമാമിൻ്റെ കൂടെ നമ്മൾ നിർവഹിക്കുമ്പോൾ 27 ഇരട്ടി അധികം പുണ്യം നമുക്ക് ലഭിക്കുമെന്ന ഓർമ്മ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അപ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. ഡിയർ സ്റ്റുഡൻസ്, ഇനി ജമാഅത്തായി നമ്മൾ നമസ്കരിക്കുമ്പോൾ, സംഘടിതമായിട്ട് നമ്മൾ നമസ്കരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയാണെന്ന് നിയ്യത്ത് ചെയ്യണം. ജമാഅത്ത് നമസ്കാരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇമാമിനോടൊപ്പം നമസ്കരിക്കുകയാണെന്ന് നിയ്യത്ത് ചെയ്യണം.
ലുഹറാണ് നമസ്കരിക്കുന്നതെങ്കിൽ ഇമാമിനോടൊപ്പം ലുഹർ നമസ്കരിക്കുന്നു എന്ന നിയ്യത്ത് നമ്മൾക്ക് ഉണ്ടാകണം. ഇനി അസറാണ് നമസ്കരിക്കുന്നതെങ്കിൽ അസർ നമസ്കാരം ഇമാമിനോടൊപ്പം നിർവഹിക്കുന്നു എന്ന നിയ്യത്ത് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉണ്ടാകണം. അതാണ് ജമാഅത്തായ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ മഅ്മൂം ഇമാമിനേക്കാൾ മുമ്പിലായി നിൽക്കാൻ പാടില്ല. ഏറ്റവും മുന്നിൽ ആരായിരിക്കും? നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമായിരിക്കും. ഇമാമിൻ്റെ മുമ്പിലായിട്ട് ഒരിക്കലും മഅ്മൂമുകൾ കയറി നിൽക്കാൻ പാടില്ല. ഇമാമായിരിക്കണം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഇമാമിനേക്കാൾ മുമ്പിൽ ആര് നിൽക്കാൻ പാടില്ല? മഅ്മൂം നിൽക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം, ഇമാം ചെയ്യുന്നതിന് മുമ്പ് നമസ്കാരത്തിലെ ഒരു കാര്യവും ആര് ചെയ്യാൻ പാടില്ല? മഅ്മൂമുകൾ. ഇമാം നമസ്കാരത്തിൽ ചെയ്യുന്ന പ്രവൃത്തി, ആ പ്രവൃത്തി ഇമാമിനേക്കാൾ മുമ്പിൽ ആര് ചെയ്യാൻ പാടില്ല? ഇമാം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് മഅ്മൂം ചെയ്യാൻ പാടില്ല. റുക്കൂ ആവട്ടെ, സുജൂദാവട്ടെ, തക്ബീറത്തുൽ ഇഹ്റാം ആവട്ടെ, നമസ്കാരത്തിലെ ഏത് പ്രവൃത്തിയാവട്ടെ, അത് ഇമാം ചെയ്യുന്നതിന് മുന്നേ മഅ്മൂമുകൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഇനി തുടർച്ചയായ 2 പ്രവൃത്തികളിൽ മഅ്മൂമുകൾ ഇമാമിനേക്കാൾ പിന്നിലാവാനും പാടില്ല. മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒന്നുകൂടെ വിശദമാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇമാം ഇപ്പോൾ എവിടെയാണ്? സുജൂദിലെത്തിയിട്ടുണ്ട്. അപ്പോഴും മഅ്മൂമുകൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ റുക്കൂയിൽ തന്നെ നിൽക്കുകയാണ്. അത് പാടില്ല. ഇമാമിൻ്റെ കൂടെ, അല്ലെങ്കിൽ ഇമാം ചെയ്തതിന് തൊട്ടു ശേഷമായിരിക്കണം മഅ്മൂമുകൾ ഓരോ പ്രവൃത്തിയും ചെയ്യേണ്ടത്. ഇമാമിനേക്കാൾ 2 പ്രവൃത്തികളിൽ പിന്നിലായി പോകാനും പാടില്ല. അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയിലും ഇമാമിനേക്കാൾ മുൻകടക്കാനും ആര് പാടില്ല? മഅ്മൂമുകൾ പാടില്ല. ഇതെല്ലാമാണ് ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ മഅ്മൂമുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് ഒരു പ്രത്യേക വർക്ക് ഈ പാഠഭാഗത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് നിർവഹിക്കാനുണ്ട്. ഈ ചിത്രം നിങ്ങൾ കണ്ടില്ലേ? കുറേ ക്ലോക്കുകളുടെ ചിത്രം അല്ലേ? 5 ക്ലോക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 5 ക്ലോക്കുകൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണ പള്ളിയിൽ പോയിട്ട് ജമാഅത്ത് നിർവഹിക്കുന്ന സമയം, ഇപ്പോൾ പള്ളിയിൽ പോകാൻ പറ്റാത്ത സമയമാണ്, കൊറോണയ്ക്ക് ആയതുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? വീട്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ളുഹർ ജമാഅത്തായി നമസ്കരിക്കും, സുബഹ് ജമാഅത്തായിട്ട് നമസ്കരിക്കും, അസർ ജമാഅത്തായിട്ട് നമസ്കരിക്കും, മഅരിബ് ജമാഅത്തായിട്ട് നമസ്കരിക്കും, ഇശാ ജമാഅത്തായിട്ട് നമസ്കരിക്കും. ഈ നമസ്കാരങ്ങളെല്ലാം നിങ്ങൾ ഏത് സമയത്താണ് നിർവഹിക്കുന്നത്? സുബഹിയുടെ നിങ്ങൾ നിർവഹിക്കുന്ന സമയം എപ്പോഴാണ്? ളുഹറിൻ്റെ സമയം എപ്പോഴാണ്? അസറിൻ്റെ സമയം എപ്പോഴാണ്? മഅരിബിൻ്റെ സമയം എപ്പോഴാണ്? ഇശാഇൻ്റെ സമയം എപ്പോഴാണ്? ഇത് ക്ലോക്കുകൾ വരച്ച്, ഈ ക്ലോക്കുകളിൽ സൂചി വരച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വർക്ക് നിങ്ങൾ പൂർത്തീകരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.